ഹലോ RJ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉണക്ക ചെമ്മീൻ വെച്ച് 2 വിഭവങ്ങൾ തയ്യാറാക്കാം. നന്നായി ക്ലീൻ ചെയ്ത ചെമ്മീൻ കഴുകിയ ശേഷം നമുക്കൊരു ചട്ടിയിലിട്ട് വെള്ളമയം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ്. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് 4 വറ്റൽമുളക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് ഇപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആകണം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ച നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെമ്മീനും ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയൊക്കെ. അങ്ങനെ നമ്മുടെ ചെമ്മീനും എല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമുറി നാളികേരം, ഒരു ചെറിയ കഷ്ണം പുളി, ഉപ്പ്, പിന്നെ നമ്മുടെ വറുത്ത് വെച്ച ചെമ്മീൻ, മുളക്, ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വേപ്പില ചേർക്കാം. വേപ്പില ചേർത്താലേ ഉണക്ക ചെമ്മീൻ ഫ്രൈക്ക് നല്ലൊരു രുചിയാണ്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചട്ടി ചൂടായ ശേഷം ഒരു പകുതി സവാള അരിഞ്ഞതും വേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ സവാള മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്തത്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത ശേഷം നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ വറുത്തത് ശേഷവും നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്